പിന്നെ നമ്മൾ വീട്ടിലൊക്കെ വീട്ടിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലർ കൊണ്ടുവന്ന് വീടിൻ്റെ ഉള്ളിലൊക്കെ ഇടും, ചിലപ്പോൾ പറമ്പിലൊക്കെ ഇടും. വീട് നമ്മുടെ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാകാതിരിക്കാൻ ഇടുന്നതുണ്ട്. അപ്പം അതുപോലെ തന്നെ വശീകരണത്തിനും ഇതുണ്ട്, രണ്ടുമുണ്ട്. വിഘടിക്കാനും ശത്രുതയും ഭാര്യയും ഭർത്താവും കൂടി തല്ലുപിടിക്കാൻ വേണ്ടി ഇടുന്നവരുണ്ടാവും. ചിലപ്പോൾ കുടുംബാംഗങ്ങളായിരിക്കും അത് ചെയ്യുന്നത്. ഇവരെ ഒത്തൊരുമിച്ച് ഇങ്ങനെ സന്തോഷിച്ച് പോകുമ്പോൾ ചിലപ്പോൾ ഭർത്താവിൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ വേറെ ആൾക്കാർക്കോ ആർക്കെങ്കിലും ഒരു നെഗറ്റീവായിട്ട് സ്റ്റെപ്പ് മദറിനൊക്കെ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ ഒന്ന് അടിപ്പിക്കണം, ഇതിങ്ങനെ പോയാൽ എൻ്റെ വാക്കിന് ഇവിടെ വിലയില്ലാതെ വരും, അങ്ങനെയുള്ളൊരു അതും ചില കേസിലൊക്കെ വരാറുണ്ട്. ചില കേസിൽ മാതാപിതാക്കൾ പിള്ളേർക്ക് ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേരെ ഞങ്ങളെ വിട്ടുപോവുകയാണോ, അകന്നു പോവുകയാണോ, കൂടുതൽ സ്നേഹത്തിൻ്റെ ഒരു മുഖം ഈ രീതിയിലും കൂടി വൈകൃതത്തിലേക്കും പോകാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ മക്കൾ പറന്നുയർന്ന് അവരുടെ ഭാര്യ മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ചിറകടിച്ച് പോയാലോ എന്നുള്ള ഭയത്തിൽ എനിക്ക് ചുറ്റും കറങ്ങാൻ വേണ്ടി മാത്രമായിട്ട് അവർക്ക് പ്രത്യേക ഒരു വശീകരണ യന്ത്രവും മന്ത്രമൊക്കെ ചെയ്ത് ഈ കൂടോത്രം, അതാണ് ഈ ബ്ലാക്ക് മാജിക് ചെയ്ത് അവരെ നിർത്താനായിട്ട് നോക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇതെല്ലാത്തിനും പരിഹാരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അതിങ്ങനെ കണ്ടുപിടിക്കാനുള്ളതും വഴികളും ജ്യോതിഷത്തിലുണ്ട്. അപ്പോൾ അത് നമ്മളൊരു തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു ജ്യോതിഷിയെ കാണുകയും ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യും. വീടിലാണെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ ഒരു ദുർഗന്ധം, അതുപോലെ തന്നെ ഒരു കാറ്റ് കടന്നു പോകാത്ത രീതിയിലൊരു മ്ലാനത, വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്യുക, അങ്ങനെയൊക്കെ വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ഓറ വീടിനും ഒരു ഓറയുണ്ട്. അപ്പോൾ അത് ക്ലീനാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പണ്ട് ഉപയോഗിക്കില്ലേ കുന്തിരിക്കം, അങ്ങനെയുള്ളതൊക്കെ പുകയ്ക്കുന്നത് രോഗാണുക്കൾ മാറാൻ തന്നെയല്ല, ഇതുപോലുള്ള ഇവിൾ തിങ്സ് ഒക്കെ മാറാൻ വേണ്ടിയും നമ്മൾ ഈ കുന്തിരിക്കം, അഷ്ടഗന്ധം ഇതൊക്കെ ഇടയ്ക്ക് ഒന്ന് പുകയ്ക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പുകച്ചു കൊടുത്താൽ ഈ ഇവിളായിട്ടുള്ള ശക്തികൾ പെട്ടെന്ന് അകത്തേക്ക് കയറി വരാതിരിക്കാനും സഹായിക്കും. പിന്നെ ഉപ്പിനും വളരെയധികം ഇതുണ്ട്. ഉപ്പ് കൊണ്ട് കല്ലുപ്പ് കൊണ്ട് പിങ്ക് സോൾട്ട് ആണെങ്കിലും അതുകൊണ്ടിട്ട് നമ്മൾ തറ തുടയ്ക്കുക. പൂജാമുറിയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പൂജ, നമ്മൾ ആരാധിക്കുന്ന ആ ദൈവത്തിൻ്റെ ഫോട്ടോയിൽ നമ്മൾ പച്ചക്കർപ്പൂരം പനിനീര് അതിട്ട് ഒന്ന് വെള്ളത്തിൽ തൊട്ട് തുടയ്ക്കുക. ഇനി അതൊന്നും ഇല്ലെങ്കിൽ കല്ലുപ്പ്. അപ്പോൾ അവിടെ ആ നെഗറ്റീവ്സൊക്കെ എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ അത് മാറാൻ അത് സഹായിക്കും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.